Hi everyone, this is Emmy from Nidus Academy. നമുക്കെല്ലാവർക്കും കുറേ അധികം ഇംഗ്ലീഷ് വേർഡ്സ് അറിയാം അല്ലേ? അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യും. ബട്ട് what if I tell you some of those words are being used completely wrong? ശരിയാണ്, ചില വേർഡ്സ് നമ്മൾ വളരെ റോങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. So today let's fix 5 very common English words that we often misuse while speaking. First one, actually. Actually നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാം. ആക്ച്വലി ഐ എം കമ്മിങ് ടുമോറോ. ഇവിടെ തെറ്റാണ് ഈ ഒരു സെൻറ്റൻസ്. ബിക്കോസ് ആക്ച്വലി എന്നത് ഒരു നോർമൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡല്ല. ഐ ഗിവ് യു 2 correct examples. ഐ തോട്ട് ഹി വാസ് ആംഗ്രി ബട്ട് ആക്ച്വലി ഹി വാസ് ടയർഡ്. ഞാൻ കരുതിയ ആൾക്ക് നല്ല ദേഷ്യമായിരിക്കുന്നത്, പക്ഷെ ശരിക്കും ആൾ മടുത്തതായിരുന്നു. സോ ദ സെൻറ്റൻസ് ഈസ് ഐ തോട്ട് ഹി വാസ് ആംഗ്രി ബട്ട് ആക്ച്വലി ഹി വാസ് ടയർഡ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ലുക്സ് സ്ട്രെയിറ്റ് ബട്ട് ഷീ ഈസ് ആക്ച്വലി വെരി ഫ്രണ്ട്ലി. ആൾ കണ്ടാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ആൾ വളരെ ഫ്രണ്ട്ലി ആണ്. സോ ദ സെൻറ്റൻസ് ഈസ് ഷീ ലുക്സ് സ്ട്രെയിറ്റ് ബട്ട് ഷീ ഈസ് ആക്ച്വലി വെരി ഫ്രണ്ട്ലി. സോ നമുക്ക് മനസ്സിലായി, ആക്ച്വലി എന്നാൽ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേർഡാണ്, അല്ലാതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യരുത്. സെക്കൻഡ് വേർഡ് ഈസ് ഒള്ളി. നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുകയും ഓവർ യൂസ് ചെയ്യുകയും ചെയ്യുന്നൊരു വേർഡാണ് ഒള്ളി എന്നുള്ളത്. ഐ വിൽ ഗിവ് യു 2 examples നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന രീതിയിൽ. ഐ വാസ് സ്പീക്കിംഗ് ടു ഹിം ഒൺലി യെസ്റ്റർഡേ. ഷീ ഈസ് ലൈക്ക് ദാറ്റ് ഒൺലി. നമ്മൾ നോർമലി പറയുന്നതാണ് അല്ലേ? എന്നാൽ ഈ 2 സെൻറ്റൻസും തെറ്റാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളി നമ്മൾ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിയുടെ പൊസിഷനാണ് ഇവിടെ പ്രശ്നം. ഐ ഗിവ് യു 2 correct examples. ഐ സ്പോക്ക് ടു ഹിം ഒൺലി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മാത്രമാണ് ആളുടെ അടുത്ത് സംസാരിച്ചത്. ഷീ ഈസ് ഓൺലി 18 years old. ആൾക്ക് അല്ലെങ്കിൽ അവൾക്ക് 18 വയസ്സ് മാത്രമേ ഉള്ളൂ. സോ റിമെമ്പർ, ഒള്ളി എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഏത് വേർഡിനെയാണോ അത് ലിമിറ്റ് ചെയ്യുന്നത് അതിനോട് ക്ലോസ് ബൈ ആയിട്ട് വേണം പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് വൺ ഈസ് വെരി. വെരി റോങ് ആയിട്ടുള്ളൊരു വേർഡല്ല, പക്ഷേ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെരി ഗുഡ്, വെരി ബാഡ്, വെരി ടയർഡ്. ഇതിന് പകരം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെരി ടയർഡിന് പകരം യു ക്യാൻ യൂസ് എക്സോസ്റ്റഡ്. വെരി ആംഗ്രിക്ക് പകരം യൂസ് ഫ്യൂരിയസ്. വെരി ഹാപ്പിക്ക് പകരം സേ ഡിലൈറ്റഡ്. ഇനി വെരി ബിഗ് ആണെങ്കിൽ യു ക്യാൻ സേ ഹ്യൂജ്. വളരെ ചെറിയ വേർഡ്സ് ആണ്, ബട്ട് അഗെയിൻ ദോസ് ആർ വെരി പവർഫുൾ വേർഡ്സ്. ദ ഫോർത്ത് വേർഡ് ഇസ് ആക്ച്വലി വേഴ്സസ് കറൻ്റ്ലി. നമ്മൾ പലപ്പോഴും മിക്സപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകുന്ന 2 വേർഡ്സ് ആണ്. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ആക്ച്വലി ഐ വർക്ക് ഇൻ കൊച്ചി. അത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. ദ കറക്റ്റ് യൂസേജ് ഇസ് കറൻ്റ്ലി ഐ വർക്ക് ഇൻ കൊച്ചി. ഇതാണ് അതിൻ്റെ മീനിങ്. ഞാനിപ്പോൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി മീൻസ് കറക്ഷൻ. ഇനി കറൻ്റ്ലി എന്നാലോ ഇപ്പോൾ അല്ലെങ്കിൽ നൗ എന്നുള്ളൊരു മീനിങ് ആണ്. വളരെ ചെറിയ 2 വേർഡ്സ് ആണ്, പക്ഷേ അത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മാറിപ്പോകും. ആൻഡ് ദ ഫൈനൽ വൺ ഓർ ദ ഫിഫ്ത്ത് വൺ ഇസ് ഡൗട്ട്. നമുക്കൊരു സംശയം ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടപ്പോഴോ നമ്മൾ നോർമലി പറയുന്നതാണ് ഐ ഹാവ് എ ഡൗട്ട്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ അതത്ര നോർമൽ അല്ല, അല്ലെങ്കിൽ അതത്ര നാച്ചുറലി സൗണ്ട് ചെയ്യുന്നൊന്നല്ല. സോ ഇതിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഓൾട്ടർനേറ്റീവ് സെൻറ്റൻസസ് പറയാം. ഫസ്റ്റ് വൺ ഇസ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അതായത് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ ഇസ് ഐ ആം നോട്ട് ക്ലിയർ അബൌട്ട് ദിസ്. ഐ ആം നോട്ട് ക്ലിയർ അബൌട്ട് ദിസ്. And the third one is, can you explain this part? Can you explain this part? And remember, spoken Englishൽ ഡൗട്ടിനെക്കാട്ടിലും ക്വസ്റ്റ്യൻ എന്ന വേർഡാണ് കുറച്ചുകൂടി നാച്ചുറൽ ആൻഡ് നോർമൽ ആയിട്ട് ഫീൽ ചെയ്യാം. സോ ദീസ് ആർ ദ 5 വേർഡ്സ്. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ദ ഓൺലി പ്രോബ്ലം ഇസ് ഹൗ വി ആർ യൂസിങ് ദം. സോ റിമെമ്പർ, ആക്ച്വലി എന്നാൽ കറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒൺലി എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറ്റേഴ്സ്. ഇൻസ്റ്റെഡ് ഓഫ് വെരി, യൂസ് പവർഫുൾ ആൻഡ് സ്ട്രോങ് ഇംഗ്ലീഷ് വേർഡ്സ്. കറൻ്റ്ലി എന്നാൽ ഇപ്പോൾ അല്ലെങ്കിൽ നൗ എന്നുള്ളൊരു മീനിങ് ആണ്. അതുപോലെ തന്നെ ഡൗട്ട് എന്നുള്ള വേർഡിന് പകരം യൂസ് ക്വസ്റ്റ്യൻ. ആൻഡ് നോ ദിസ്, fluent English is not about learning new words every day. It is about using the words that you already know correctly. Hope this helped, and follow Spoken English with Nidus for more useful videos like this. Thank you.